പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനീനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുകയാണ്. ജലജയാണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു, ആദർശ് ചില സമയത്ത് ഏട്ടത്തിയുടെ മുഖം പോലും ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ ഒരു രാത്രി കഴിഞ്ഞിട്ടും വരാത്തത്. അവളെങ്ങനെ കാണാതിരിക്കാൻ അവന് പറ്റില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒരു അധികപ്പറ്റാണ്, ഞാനല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആ ഗുണ്ടകളാണെങ്കിൽ ഒരു പുഴക്കരയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങാത്തല്ലേ, ഇനി നമുക്കൊന്ന് മിനിങ്ങിയിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. ഇനി നമ്മളെ ആരും അന്വേഷിച്ച് വരില്ല എന്ന് പറയുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട്, നമ്മുടെ വാഹനം ഏതെങ്കിലും CCTV പതിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന്. അപ്പോൾ എന്തായാലും അതുണ്ടാവില്ല എന്ന് പറയുകയാണ്. ഇവിടെയൊന്നും CCTV ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദും ഫ്രണ്ട്സും അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവരത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാരാന്ന് ചോദിക്കും. അതാ നയന എന്ന് പറയുന്നവളുടെ അനിയത്തിയാണെന്ന് പറയും. എന്നിട്ട് നന്ദു ആണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനോട് വണ്ടി എടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നത് നിനക്ക് അങ്ങനെ കൊണ്ടുപോകാനൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി അച്ഛനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അപ്പോൾ അവരുടെ അധ്വാനം ഞാൻ കണ്ടതുകൊണ്ട് തന്നെ എനിക്കിത് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി എടുക്കടാന്ന് പറയും. എന്നിട്ട് പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അബിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നവ്യ വരുന്നുണ്ട്. നവ്യ വന്ന് റൂമിൽ കയറിയിട്ട് വാതിലേക്ക് അടയ്ക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇന്നത്ര സന്തോഷം എന്ന്. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്ന് എൻ്റെ ശത്രുക്കൾ ഇങ്ങനെ തകർന്നടിഞ്ഞ ദിവസമാണെന്ന് പറയും. അപ്പോൾ നിനക്കാരെ ഇത്ര ശത്രുക്കളെന്ന് ചോദിക്കും. അപ്പോൾ കമ്പനിയിലുള്ള തന്നെയാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിൻ്റെ ഏട്ടനായിരിക്കുമല്ലോ, നിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ നിനക്കൊക്കെ ഇങ്ങനെ ശത്രുവായിട്ട് എൻ്റെ നോട്ടത്തിൽ നിൻ്റെ ഏട്ടനാണല്ലോ എന്ന് പറയും. അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കരുത്, ഞാൻ വേറെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്തായാലും ഇന്ന് സന്തോഷമാണല്ലോ, നമുക്ക് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അബിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഏത് സമയത്തും ഈ പുറത്ത് കറങ്ങലും ഫുഡ് കഴിക്കലും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറും ഇങ്ങനെ 50,000 ശമ്പളം വാങ്ങുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ അബി പറയുകയും ചെയ്യും. അപ്പോൾ നിനക്ക് ഇങ്ങനെ ട്രസ്റ്റ് അംഗമാണല്ലോ, അപ്പോൾ അത് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും എല്ലാ മാസമൊന്നും കിട്ടില്ല, അത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അതിന് വീട്ടിലിങ്ങനെ തമ്മിൽ തല്ല് ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ അതൊക്കെ വാങ്ങിയെടുക്കാൻ എളുപ്പമാണെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നാളെ മുത്തശ്ശൻ കണ്ടില്ലേ ഇങ്ങനെ പ്രമാണമൊക്കെ അന്ന് ആ മീനാക്ഷി ചേച്ചിക്ക് പണം കൊടുത്ത സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് മുത്തശ്ശൻ പ്രമാണമൊക്കെ വലിച്ചെറിഞ്ഞില്ലേ, അതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് പറയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ അനന്തപുരി തറവാടാണ് എനിക്ക് കിട്ടേണ്ടതെന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുകയും ചെയ്യും, അത് എന്തായാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, നിനക്ക് കിട്ടാനുള്ളത് വാങ്ങിയിട്ട് സെപ്പറേറ്റ് ആവുന്ന നല്ലതെന്ന് പറയും. അപ്പോൾ നീ അങ്ങ് സെപ്പറേറ്റ് ആയിക്കോന്നൊക്കെ നവ്യനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അഭി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് നീയും എൻ്റെ കൂടെ കാണുമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നീ ഇപ്പം എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അഭി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ നവ്യ പറയും, നീ എന്നെ കൊന്നിട്ടല്ലാതെ നിനക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വയ്ക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യുന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ ഓർക്കുകയും ചെയ്യണം. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒന്നുമില്ല എന്നൊക്കെ പറയും. പിന്നീട് ഗുണ്ടകളെ അടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ സമയത്തേക്ക് ആദർശം അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുനങ്ങ് ആ ഗുണ്ട ഇങ്ങനെ, നീ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകല്ലടി എന്നൊക്കെ ചോദിച്ചിട്ട്, ഇതുകൊണ്ടൊന്നും തന്നാലുണ്ടല്ലോ നിനക്ക് പിന്നെ അതൊന്നും ചെയ്യേണ്ടി വരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദുവിനെ പ്രതിമ എടുത്തിട്ട് അടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ആദർശ് വരുന്നത്. ആദർശ് അയാളുടെ ബാക്കിൽ നിന്ന് ഒരൊറ്റ ചവിട്ടും. അപ്പോൾ നേരെ പ്രതിമ ചെന്ന് വീഴുന്നത് ആദർശിൻ്റെ കയ്യിലേക്കാണ് കേട്ടോ. അപ്പോൾ നന്ദു തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആദർശിനെ കാണുന്നത്. ആദർശിനെ കാണുന്ന സമയത്ത് നന്ദുവിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ആദർശാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവരെ എല്ലാവരെയും അടിച്ചു ഒതുക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ അവരൊന്നും വിളിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലാണ് നൈനി എല്ലാവരും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ അറുമുഖൻ സാറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആരും വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാൻ മറുപടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ആദർശിനെ ഒന്ന് വിളിച്ച് നോക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദർശേട്ടനെ വിളിച്ചല്ലോ, എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ആരും എടുക്കില്ല, അവർക്കൊരു വിവരം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയും അറുമുഖൻ സാറാണെങ്കിലും. അപ്പോൾ വിളിച്ചാലേ എടുക്കുന്നവർ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരോട് ഇനിയിപ്പോൾ എന്താ പറയുകയെന്ന് പറയുമ്പോൾ നൈന പറയും, ഞാൻ ഇങ്ങനെ സാറേ എനിക്ക് ആ ഫോൺ താ, ഞാൻ സത്യം പറഞ്ഞോളാം എന്ന് പറയും. എന്നിട്ട് എല്ലാവരും കൊലയ്ക്ക് കൊടുക്കാനാണ് മോളുടെ തീരുമാനം. ഇനി മോളുടെ അച്ഛനാണെങ്കിൽ തല്ല് കൊള്ളാനുള്ള ശക്തിയൊന്നുമില്ല, എനിക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഗുണ്ടകളൊക്കെ പിടിച്ച് വെച്ചിട്ട് SIനെ വിളിക്കുന്നുണ്ട് ആദർശാണെങ്കിലും. അപ്പോൾ അയാളും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായി സാറേ കാര്യങ്ങളെന്ന്. അപ്പോൾ അയാളുടെ ഏകദേശം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും പിടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ സാറ് അറസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് SI ആണെങ്കിലും ഇങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ ക്ഷേത്ര കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഗോവിന്ദന് ഒരു പരിക്ക് പറ്റി, കുറച്ചും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിവരം അറിയിക്കുന്നുണ്ട്. പിന്നീട് ഇനിയിപ്പോൾ ഇതല്ലാതെ ഞാൻ എന്താ പറയുക അവരോട് എന്നൊക്കെ നയനോടും ഗോവിന്ദനോടും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നീട് SI ആണെങ്കിൽ ഗുണ്ടകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിലും ആര് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പോലീസുകാരാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ചോദിച്ചത് കേട്ടില്ലേ, ആര് പറഞ്ഞിട്ട് അത് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇവരാണ് പ്രതിമകൾ തമിഴ്നാട്ടിലേക്ക് കടത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, പാവങ്ങളുടെ കഷ്ടപ്പാടാണത്, ഇവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ എസ്ഐയും പറയുന്നുണ്ടായിരുന്നു, സാറ് ഇടപെട്ട കേസല്ലേ, ഞാനിത് അങ്ങനെ എളുപ്പത്തിലൊന്നും വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ജീപ്പിലേക്ക് കയറ്റാനായിട്ട് പറയാണ്. പിന്നീട് ആദർശിൻ്റെ കാറും എടുത്തിട്ട് നന്ദുവിൻ്റെ ഫ്രണ്ട്സിനോട് വരാനായിട്ട് പറയാണ്. പിന്നീട് അവർ ആ പ്രതിമകളുള്ള വണ്ടിയുമായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ റംഗോ സാറാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കേണ്ട കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും ഒന്ന് മാറി നിൽക്കാൻ പോവുകയാണ് കുറച്ച് ദിവസത്തേക്ക്. എന്നിട്ട് ഞാൻ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ട് അവരെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. അതുപോലെ തന്നെ മോളും ഗോവിന്ദനോടും പറയുന്നുണ്ടായിരുന്നു, ഗോവിന്ദ ഭാര്യനെയും മക്കളെയും കൂട്ടി നീയും കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്ന തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഈ വിവരം ക്ഷേത്ര കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ കട തന്നെ കത്തിക്കും, അതല്ലാതെ ഇനിയിപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല, അപ്പോൾ ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളും ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ സ്വന്തം പഴി ചേരില്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ പോവാണ്, പോയിട്ട് ഇങ്ങനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ആദർശും നന്ദും കൂടെ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ അവരെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുപോയ എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കും. അപ്പോൾ എന്തായി ആദർശയുടെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴാണ് ആദർശ് പറയുന്നത്, ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ പ്രതിമകളും തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് അവർക്കൊക്കെ ഒരു ആശ്വാസമാവുന്നത്. അതുപോലെ തന്നെ അറുമുഖ സാറിനും വലിയൊരു ആശ്വാസമാവുന്നുണ്ട്. വലിയൊരു ഊരാൻ കൊടുക്കുന്നതാണല്ലോ രക്ഷപ്പെട്ടെന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നീട് അതിന് മുന്നേ തന്നെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആദർശേട്ടനും അവിടേക്ക് വന്നു, ഇങ്ങനെ സിനിമയിൽ പോലും കണ്ടിട്ടില്ല അങ്ങനെ ഒരു തല്ല്, അങ്ങനെയാണ് ആദർശേട്ടൻ അവരെല്ലാം അടിച്ചിട്ടെന്ന് പറയും. അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, ഇങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഒതുക്കാൻ പറ്റിയെന്ന് പറയും. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, സമയം പോയതൊന്നും അറിഞ്ഞില്ല, വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊക്കെ മറന്നു, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത്രയായില്ലേ, ഇങ്ങനെ പൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ട ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോകും, എന്നിട്ട് ആദർശിനോട് നന്ദി പറയുകയാണ് കേട്ടോ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, ആ ഒരു ഇതിന് എന്നെ രക്ഷിച്ചേനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയും, ഞാൻ നിങ്ങളുടെ കഷ്ടപ്പാടും ഇങ്ങനെ അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടതല്ലേ, അപ്പോൾ ഞാൻ വേറെ ഒന്നും ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് നയനങ്ങ് ഇങ്ങനെ മേലിലേക്ക് അങ്ങ് കിടക്കുന്ന സമയത്ത് നയനങ്ങ് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ആദർശിനെ വിളിക്കാനായിട്ട്. എന്നിട്ട് പറയും, അങ്ങനെ അവിടെ പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിക്കും. പിന്നീട് എന്തായാലും ആദർശും നയനി എല്ലാവരും പൂജയ്ക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഗോവിന്ദനോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറുമുഖ സാറിനോട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പ്രതിമകളെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പറയേ, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പ്രതിമകൾ പോയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. പിന്നീട് പൂജയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് അങ്കിളിനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അറുമുഖ സാറാണെങ്കിലും പറയും, അതൊന്നും വേണ്ട, ഞാൻ എല്ലാ കാര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്, സാറ് പോയിക്കോന്ന് പറയും. അപ്പോൾ കനകയാണെങ്കിലും വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, ഒന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയനിയാണെങ്കിലും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ, പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നീട് നവ്യനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിൽ ആരെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ബൈക്കിൽ വന്നിട്ട് അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ ആരും കണ്ടില്ല ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നയന വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, നയനയല്ല നവ്യ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.